നമസ്കാരം. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. 3ഓളം കൊലപാതകം ചെയ്ത വ്യക്തി മാപ്പ് അർഹിക്കുന്നില്ലെന്നും സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. വധശിക്ഷ ഉറപ്പായതോടെ തൂക്കിക്കൊന്നോളൂ എന്ന് ചെന്താമരയുടെ മൊഴി. കുളപ്പുള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. സംവിധാനം നടപ്പിലാക്കിയത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ. പദ്ധതി നടപ്പിലാക്കിയത് ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായി. കുളപ്പുള്ളിയിലെ പുതിയ സിഗ്നൽ സംവിധാനം ഷൊർണൂരിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമെന്ന പരിഹാസവുമായി BJP. കഴിഞ്ഞ 5 വർഷക്കാലം തകർന്നടിഞ്ഞ കുളപ്പുള്ളി ഷൊർണൂർ പാതയിലാണ് സിഗ്നൽ സംവിധാനം MLA ഉദ്ഘാടനം ചെയ്തതെന്നും വിമർശനവുമായി BJP കൗൺസിലർമാർ. കുന്നംകുളം പഴഞ്ഞിയിൽ 4-അംഗ കുടുംബത്തിന്റെ ആത്മഹത്യാശ്രമം. കുടുംബനാഥനായ 50-കാരൻ സിബിയും 19-കാരിയായ മകൾ അലീനയും മരിച്ചു. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടാത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പരവൂരിൽ കുളിക്കാൻ പോയ 3 പേരിൽ 19-കാരിയായ യുവതി വെള്ളത്തിൽ വീണ് മരിച്ചു. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്നയാണ് മരിച്ചത്. കളിച്ചുകൊണ്ടിരിക്കെ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. തിരുവില്ലാമല മലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിൽ പ്രസാദ് പ്രസീജ ദമ്പതികളുടെ മകൻ ആർദ്രവാണ് മരിച്ചത്. പനമണ്ണ അമ്പലവട്ടം റോഡിൽ കുരടിയമ്പലം സമീപത്തുള്ള പാടശേഖരങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. സംഭവം നേരിട്ട് കണ്ട വ്യക്തി വാഹനത്തെ പിന്തുടർന്നെങ്കിലും വാഹനത്തെ തടഞ്ഞ് നിർത്താനായില്ല. വാഹനം നമ്പർ പ്ലേറ്റ് മറച്ച നിലയിൽ. ഒറ്റപ്പാലം നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി പ്രദേശവാസികൾ. പൊതുശൌചാലയം പൂട്ടി. ശങ്ക തീർക്കാൻ വഴിയില്ലാതെ പറളിയിലെ യാത്രക്കാരും വ്യാപാരികളും. പറളി പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തുടർച്ചയായി അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചെലവ് വരുന്നതിനാലാണ് പൊതുശൌചാലയം അടച്ചിട്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊതുശൌചാലയം ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരമെന്ന് DCC സെക്രട്ടറി അബ്ദുൾ സത്താർ. സംസ്ഥാന പാതയിൽ മങ്കര വില്ലേജിന് മുമ്പിലുള്ള തണൽമരങ്ങൾ വ്യാപകമായി മുറിച്ചതിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മരച്ചിലകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടി അപലപനീയമെന്നും ആക്ഷേപം. തണൽമരങ്ങൾ മുറിച്ച് മാറ്റിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ. പാലക്കാട് മുണ്ടൂർ തൂത പാതയിൽ മംഗലാംകുന്നിൽ ആന തളർന്നു വീണു. കൊമ്പൻ മംഗലാംകുന്ന് ഗണേശനാണ് കുഴഞ്ഞു വീണത്. ആന വീണതറിഞ്ഞെത്തിയ ജനക്കൂട്ടം ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. വാർത്തകൾ വിശദമായി. നാടിനെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. 3ഓളം കൊലപാതകം ചെയ്ത വ്യക്തി മാപ്പ് അർഹിക്കുന്നില്ലെന്നും സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. വധശിക്ഷ ഉറപ്പായതോടെ തൂക്കിക്കൊന്നോളൂ എന്ന് ചെന്താമര കോടതിയിൽ പറഞ്ഞു. 2025 ജനുവരി 27 നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ 82 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ തിരുത്തമ്പാടം 58 വയസ്സുള്ള സുധാകരനെയും സുധാകരൻ്റെ അമ്മ 76 വയസ്സുള്ള ലക്ഷ്മിയെയും അയൽവാസിയായ ചെന്താമരയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിലെ ഏകപ്രതിയും ചെന്താമര മാത്രമാണ്. 2019 ഓഗസ്റ്റ് 31 സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട ചെന്താമര ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് ജ്യോത്സ്യൻ ചെന്താമരയെ അറിയിച്ചതാണ് സജിതയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാണ് കോളനിയിലെത്തിയത്. ജാമ്യത്തിലിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിക്കാനിടയാക്കിയത് പോലീസിന്റെ വീഴ്ചയാണ്. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം പോത്തുണ്ടി വനമേഖലയിൽ ഒളിച്ചിരുന്ന ചെന്താമര ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴാണ് പോലീസ് പിടിയിലായത്. പോലീസ് പിടികൂടിയ ശേഷവും അയൽവാസിക്കെതിരെ ചെന്താമര വധഭീഷണി മുഴക്കിയിരുന്നു. ചെന്താമരയുടെ മുൻ കൊലപാതകത്തിലെ ശിക്ഷയും തുടരുകയാണ്. ചെന്താമരയുടെ മാനസികാവസ്ഥയും മനോഭാവവും വെളിപ്പെടുത്തിയ പ്രോസിക്യൂഷൻ നിലപാടും കോടതി അംഗീകരിച്ചു. ഒടുവിൽ വധശിക്ഷ ഉറപ്പായതോടെയാണ് തൂക്കിക്കൊന്നുള്ളൂ എന്ന് ചെന്താമര പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായാണ് സംവിധാനം നടപ്പിലാക്കിയത്. ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. പി മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ജംഗ്ഷനിലൂടെ തിങ്കളാഴ്ച രാവിലെ 9 മണിവരെ തലങ്ങും വിലങ്ങുമായാണ് ഈ കാണുന്ന രീതിയിൽ വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. ധൃതി പിടിച്ച് വാഹനങ്ങളുടെ കടന്നുപോക്ക് ഇനി മുതൽ നടപ്പാകില്ല. തിങ്കളാഴ്ച രാവിലെ 9-ന് കുളപ്പുള്ളി ടൗണിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രാബല്യത്തിൽ വന്നു. പി മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടെ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ
ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ചില ട്രാഫിക് പരിഷ്കാര നടപടികളെല്ലാം സ്വീകരിക്കേണ്ടത്. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലം നിലനിന്നിരുന്ന പ്രശ്നം താൽക്കാലികമായി പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു. ആ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തന്നെയാണ് കുളപ്പള്ളി സെൻറ്ററിൽ ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനാവശ്യമായ ഭരണപരമായ നടപടികളെല്ലാം സ്വീകരിച്ച് ആ ട്രാഫിക് സിഗ്നൽ ഇന്ന് ഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നതിന് സഹായകരമായ രീതിയിൽ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അതോടെ വാഹനയാത്രക്കാർ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാണ് കടന്നുപോയത്. ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാണ് പദ്ധതി കൊണ്ടുവന്നത്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് തിരിയേണ്ട പ്രധാന ജംഗ്ഷൻ ആയതിനാലാണ് കുളപ്പുള്ളിയിൽ ഇത്തരമൊരു ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയത്. ഒറ്റപ്പാലത്ത് നിന്നും ഷൊർണൂർ ഭാഗത്തേക്കും ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ ചുവപ്പ് സിഗ്നൽ ഉള്ളപ്പോഴും മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ ഇടത്തേക്ക് തിരിയാൻ കഴിയുന്ന ഫ്രീ ലെഫ്റ്റ് സംവിധാനമുണ്ട്. എന്നാൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ചുവന്ന ലൈറ്റ് പ്രകാശിക്കുമ്പോൾ സിഗ്നലിൽ നിർത്തണം. വണ്ടികൾക്ക് തിരിഞ്ഞ് പോകണമെങ്കിൽ പഴയ ഗീതാ തിയേറ്ററിന് മുൻവശത്തു കൂടി യു ടേൺ എടുക്കണം. കാൽനട യാത്രക്കാർക്കും റോഡ് മറികടക്കാൻ വിദേശ മദ്യഷോപ്പ്, കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, ഗവൺമെന്റ് പ്രസ് എന്നിവയ്ക്ക് മുന്നിൽ സീബ്ര ലൈൻ വരയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ യാത്രക്കാർക്കും ഗതാഗതക്കുരുക്കിൽ പെടാതെ എളുപ്പത്തിൽ റോഡ് മറികടക്കാം. വാഹനങ്ങളുടെ തിരക്കനുസരിച്ച് സിഗ്നൽ സംവിധാനത്തിൽ സമയം ക്രമീകരിക്കും. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, വിവിധ കൗൺസിലർമാർ, ഷൊർണൂർ CI വിഷ്ണു, മെട്രോ കമ്പനി പ്രതിനിധി രതീഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളിയിലെ ട്രാഫിക് സിഗ്നൽ ടെക്നോളജിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും അതേസമയം ടെക്നോളജി ഷൊർണൂർക്കാരെ കളിപ്പിക്കുന്നതിന് തുല്യമാണെന്നും BJP കുറ്റപ്പെടുത്തുന്നു. സിഗ്നൽ ലൈറ്റിലേക്ക് ഷൊർണൂർക്കാർ വരണമെങ്കിൽ ഏത് വഴിയാണ് വരേണ്ടതെന്ന് MLA പറഞ്ഞു തരണമെന്നും പരിഹാസ്യമായി BJP കൗൺസിലർമാർ ചോദിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി തകർന്നടിഞ്ഞ കുളപ്പുള്ളി ഷൊർണൂർ പാതയിലാണ് സിഗ്നൽ സംവിധാനം MLA ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നഗരസഭയും PWDയും MLAയും ഷൊർണൂർ ജനതയുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, A ഗോപകുമാർ എന്നിവർ പറഞ്ഞു. കുളപ്പുള്ളിയിൽ ഇന്ന് MLA ഉദ്ഘാടനം ചെയ്ത സിഗ്നൽ ലൈറ്റ് സംവിധാനം പുതിയ ടെക്നോളജിയെല്ലാം ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കുളപ്പുള്ളിയിൽ വന്ന ആ ടെക്നോളജി ഷൊർണൂരുകാരെ കളിപ്പിക്കുന്നതിന് തുല്യമാണ്. സിഗ്നൽ ലൈറ്റിലേക്ക് ഷൊർണൂരുകാർ വരണമെങ്കിൽ ഏത് വഴിയാണ് വരേണ്ടതെന്ന് MLA പറഞ്ഞാൽ നന്ന്. കഴിഞ്ഞ 5 വർഷമായി ഷൊർണൂർ കുളപ്പുള്ളി റോഡ് ആ തകർന്നടഞ്ഞ റോഡിലാണ് സിഗ്നൽ ലൈറ്റ് സംവിധാനം ഇന്ന് MLA ഉദ്ഘാടനം ചെയ്തത്. MLAയും നഗരസഭയും PWDയും ഷൊർണൂർ ജനതയുടെ ക്ഷമ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിൻ്റെ തൊലി അതിനോട് മത്സരിക്കുകയാണ് ഈ 3 കൂട്ടരും. 5 വർഷമായി ഷൊർണൂരിൽ കുളപ്പുള്ളി റോഡിൻ്റെ പണി ആരംഭിച്ചിട്ട് സിഗ്നൽ ലൈറ്റ് ഉദ്ഘാടനം ചെയ്ത MLA ഷൊർണൂർ കുളപ്പുള്ളി റോഡിലൂടെ എങ്ങനെയാണ് യാത്രക്കാർ സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരിക്കുമെന്ന് MLAയോടും ആ ഉദ്ഘാടനത്തിന് ചുക്കാൻ പിടിച്ച നഗരസഭയിലെ ഭരണാധികാരികളോടും ഷൊർണൂരിലെ സാധാരണക്കാരനു വേണ്ടി BJP ചോദിക്കുക. കുന്നംകുളം പഴഞ്ഞിയിൽ 4 കുടുംബത്തിന്റെ ആത്മഹത്യാശ്രമം. സംഭവത്തിൽ കുടുംബനാഥനായ 50-കാരൻ സിബിയും മകൾ 19-കാരിയായ അലീനയും മരിച്ചു. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കൂട്ട ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം പഴഞ്ഞി MD കോളേജിന് സമീപമുള്ള വീട്ടിൽ 4 കുടുംബത്തിൽ കൂട്ട ആത്മഹത്യാശ്രമം. പിതാവും മകളും മരിച്ചു. പഴഞ്ഞി അരുവായി MD കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ 50 വയസ്സുള്ള സിബി, മകൾ 19 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യ 40 വയസ്സുള്ള ബീന, മകൻ ആദിത്യൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സിബിയെ കിണറ്റിലും മകൾ അനീലയെ വീട്ടിനകത്തെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ സിബിയുടെ ഭാര്യയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്.
കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് കൂട്ട ആത്മഹത്യാശ്രമത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി കിണറ്റിൽ നിന്ന് ഗൃഹനാഥൻ്റെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. മരിച്ച മകളുടെയും ഗൃഹനാഥൻ്റെയും മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാതാവിനെയും മകനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരവൂർ തളി പിലാക്കാട് കുളത്തിലേക്ക് കുളിക്കാൻ പോയ 3 പേരിൽ 19-കാരിയായ യുവതി വെള്ളത്തിൽ വീണ് മരിച്ചു. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്നയാണ് മരിച്ചത്. മറ്റു 2 പേർ സ്വയം രക്ഷപ്പെടുകയായിരുന്നു. വരവൂർ തളി പിലാക്കാട് നെൽപ്പാടത്തിനോട് ചേർന്നുള്ള കുളത്തിലെ വെള്ളത്തിൽപ്പെട്ടാണ് ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ 19-കാരിയായ ഹസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു സംഭവം. 3 സഹോദരിമാർ ചേർന്ന് കുളത്തിൽ കുളിക്കുന്നതിനിടെ മൂവരും വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. ഇതിൽ മറ്റു 2 പേരും സ്വയം രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയാണ് ഹസ്നയുടെ മൃതദേഹം കണ്ടെത്താനായത്. ഡെപ്യൂട്ടി തഹസിൽദാർ KS റഹ്മത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ തുടങ്ങിയവർ തെരച്ചിലിന് നേതൃത്വം നൽകി. മരണപ്പെട്ട വിദ്യാർത്ഥിനി പട്ടാമ്പിലെ ഒരു സ്വകാര്യ കോളേജിൽ പഠിച്ചു വരികയായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കളിച്ചുകൊണ്ടിരിക്കെ വീണ് 1.5 വയസ്സുകാരൻ മരണപ്പെട്ടു. തിരുവിലാമല വലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിൽ പ്രസാദ് പ്രസീജ ദമ്പതികളുടെ മകൻ ആർദ്രവാണ് മരിച്ചത്. വീട്ടിൽ അച്ഛനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് വീണ പരിക്കേറ്റത്. വീഴ്ചയെ തുടർന്ന് കടുത്ത ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ വള്ളവനാട് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിലാണ് ഇവരുടെ വീട്. സഹോദരിമാർ ആവതിക, ആഷ്മിക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പനമണ്ണ അമ്പലവട്ടം റോഡിൽ കുരുടിയമ്പലം സമീപത്തേക്കുള്ള പാടശേഖരങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. സംഭവം നേരിട്ട് കണ്ട വ്യക്തി വാഹനത്തെ പിന്തുടർന്നെങ്കിലും വാഹനത്തെ തടഞ്ഞു നിർത്താനായില്ല. നമ്പർ പ്ലേറ്റ് തോർത്തുകൊണ്ട് മറച്ച നിലയിലായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും പ്രദേശവാസികൾ പരാതി നൽകി. പുലർച്ചെ 1:30 വായനശാല അമ്പല റോഡിൽ കുരുടിയമ്പലം സമീപത്തുള്ള പാടശേഖരങ്ങളിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയതായി നേരിട്ട് വ്യക്തി കണ്ടത്. ബൈക്കിൽ വാഹനത്തെ പിന്തുടർന്നെങ്കിലും വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് തോർത്തുകൊണ്ട് മറച്ചിരുന്നു. വാഹനം സ്പീഡിലായതിനാൽ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞില്ല. തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിലും ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലും ഈ വിഷയം പരാമർശിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭ 37-ാം വാർഡിൽ ഉൾപ്പെടുന്ന വായനശാല അമ്പലവട്ടം റോഡിൽ കുരുടി അമ്പലത്തിന് സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് ഇന്ന് പുലർച്ചെ ഒരു 1:30-നും 2 മണിക്കും ഇടയിലായിട്ട് ഒരു ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം തള്ളിയതായിട്ട് ഒരു വ്യക്തി കാണുകയും ആ വ്യക്തി അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അയക്കുകയും ചെയ്തു. രാവിലെ ഈ വ്യക്തിയെ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് വണ്ടിയിൽ വാഹനത്തിൽ വരുന്ന സമയത്ത് ഈ ടാങ്കർ ലോറി പാടശേഖരത്തിന് സമീപം നിന്ന് ഈ കൽവാട്ടിൻ്റെ താഴേക്ക് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഈ മാലിന്യം അടിച്ചുവിടുകയാണ് ചെയ്തിരുന്നതെന്നാണ്. ഇദ്ദേഹത്തിനെ കണ്ട സമയം പെട്ടെന്ന് തന്നെ വാഹനം അവിടുന്ന് എടുത്തു പോവുകയും ഇദ്ദേഹം വാഹനത്തെ പിന്തുടരുകയും ചെയ്തു. എന്നാൽ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ തോർത്തുകൊണ്ട് ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത് കാരണത്താൽ വാഹനത്തിൻ്റെ നമ്പർ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ വണ്ടി ഓവർ സ്പീഡ് ആയതിനാൽ അദ്ദേഹത്തിന് പിന്തുടർന്ന് ഈ വാഹനത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിച്ചില്ല. ഇതിപ്പോൾ ഒറ്റപ്പാലം നഗരസഭ പ്രദേശത്ത് ഈ ഒരു പ്രവൃത്തി സ്ഥിരമായിരിക്കുകയാണ്. ഇവിടെ ഒഴുകുന്ന വെള്ളത്തിലേക്കാണ് ഈ മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇപ്പോൾ മാലിന്യത്തിൻ്റെ സാന്നിധ്യമൊന്നും അവിടെ പരിശോധിച്ചപ്പോൾ കാണുന്നില്ല. എന്തായാലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒറ്റപ്പാലം നഗരസഭയിലും അതുപോലെ തന്നെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലും ഈ വിഷയം പരാതിയായിട്ട് അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇങ്ങനെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട ശിക്ഷാ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൊതു ശൗചാലയം പൂട്ടി. ശങ്ക തീർക്കാൻ വഴിയില്ലാതെ പറളിയിലെ യാത്രക്കാരും വ്യാപാരികളും. പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തുടർച്ചയായി അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചെലവ് വരുന്നതിനാലാണ് പൊതു ശൗചാലയം അടച്ചുപൂട്ടേണ്ടി വന്നതെന്ന് പഞ്ചായത്ത് അധികൃതരും പറയുന്നു. പൊതു ശൗചാലയം ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് DCC സെക്രട്ടറി അബ്ദുൾ സത്താർ പറഞ്ഞു. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകാറുള്ള പറളിയിൽ പറളി ചന്തപുരയിലെ പൊതു ശൗചാലയം പൂട്ടിയതോടെ ശങ്ക തീർക്കാൻ വഴി കാണാതെ യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലായി. പഞ്ചായത്തിന്റെ അധീനതയിൽ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്ത് സ്ഥാപിച്ചിരുന്ന വഴിയിടം പൊതു ശൗചാലയത്തിന് കഴിഞ്ഞ ദിവസമാണ് പൂട്ടിയിട്ടത്. സാമൂഹ്യാരോഗ്യ കേന്ദ്രം, ഹയർ സെക്കൻഡറി സ്കൂൾ, വൈദ്യുതി സെക്ഷൻ ഓഫീസ്, ആയുർവേദ ആശുപത്രി, മൃഗാശുപത്രി തുടങ്ങിയ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുമായി ആയിരക്കണക്കിന് ആളുകൾ പറളി ചന്തപുരയിൽ ദിവസേന വന്നുപോകുന്നുണ്ട്. ഇവരെല്ലാം ആശ്രയിച്ചിരുന്നത് പറളിയിലെ പൊതു ശൗചാലയമാണ്. ഇത് പൂട്ടിയതോടെ പറളിയിലെത്തുന്ന യാത്രക്കാർ പ്രയാസത്തിലായിരിക്കുകയാണ്.
സംസ്ഥാന ശുചിത്വ മിഷൻ 2020-21 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് പറളിയിലെ വഴിയിടം പൊതു ശൗചാലയം. തുടർച്ചയായി അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചെലവ് വരുന്നതിലാണ് പൊതു ശൗചാലയം അടച്ചുപൂട്ടിയതെന്നും പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീണ്ടും പ്രവർത്തന സജ്ജമാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. എന്നാൽ പൊതുസേവനം ജനത്തിന് ഏറ്റവും അത്യാവശ്യമായ പൊതു ശൗചാലയം ലാഭഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് കൊടുംദ്രോഹമാണെന്നും ഇത്തരം നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും DCC സെക്രട്ടറി KM അബ്ദുൾ സത്താർ പറഞ്ഞു. ശുചിത്വ മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശൗചാലയം ഇവിടെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇവിടെ പക്ഷെ അത് സംരക്ഷിക്കാനോ അത് നിലനിർത്താനോ പറളി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ശോചനീയാവസ്ഥയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് ജനോപകാരപ്രദമായ രീതിയിൽ അത് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് മുണ്ടൂർ തൂത പാതയിൽ മംഗലാംകുന്നിൽ ആന റോഡിൽ തളർന്നു വീണു. കൊമ്പൻ മംഗലാംകുന്ന് ഗണേശനാണ് കുഴഞ്ഞു വീണത്. ആന വീണതറിഞ്ഞ് എത്തിയ ജനക്കൂട്ടം ഏറെ നേരം ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കി. അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന ആനയെ നടത്തുന്നതിനായി പാപ്പാന്മാർ കൊണ്ടുവന്നതായിരുന്നു. യന്ത്രം എത്തിച്ചാണ് ആനയെ ഉയർത്തിയത്. തുടർന്ന് പാപ്പാന്മാർ വെള്ളം നൽകി. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഉറപ്പായതോടെ സമീപത്തെ ആനക്കൊട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ആനക്കൊട്ടിലിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം നടന്നപ്പോഴാണ് ആനയ്ക്ക് ക്ഷീണം അനുഭവപ്പെട്ടത്. ആന വീണതറിഞ്ഞ് ഒട്ടേറെ പേർ തടിച്ചുകൂടിയിരുന്നു. റോഡിന്റെ ഒരു വശം വഴി വാഹനങ്ങൾ കടത്തിവിട്ടു. അരമണിക്കൂറിന് ശേഷമാണ് റോഡ് പൂർണ്ണ രീതിയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന പാതയിൽ മങ്കര വില്ലേജിന് മുന്നിലുള്ള തണൽ മരങ്ങൾ വ്യാപകമായി മുറിച്ചതിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടിയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മങ്കര വില്ലേജിന് മുന്നിലെ 3 തണൽ മരങ്ങൾ മുറിച്ച് നശിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് വഴിയോര തണൽ മര പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകർ കല്ലൂർ ബാലനും വനം വകുപ്പും ചേർന്ന് വച്ചുപിടിപ്പിച്ച തണൽ മരങ്ങളാണ് ഇപ്പോൾ കത്തിവീണത്. ഇതിനെതിരെ കല്ലൂർ ബാലന്റെ മകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രതീഷ് ബാലൻ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മരച്ചില്ലുകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടിയാണ് പ്രതിഷേധം. പരിസ്ഥിതി പ്രവർത്തകരായ രതീഷ് ബാലൻ, KK റഹ്മാൻ, അപ്പുകുട്ടൻ കല്ലൂർ, വിജയൻ കല്ലൂർ, PI തൗഫീഖ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടിമാറ്റിയവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ തീരുമാനം. വനം വകുപ്പും പരാതിനായ കല്ലൂർ ബാലോട്ടും ചേർന്ന് ജില്ലയുടെ പല റോഡുകളിലായി 20,000 മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതിലെ 3 മരങ്ങളാണ് മങ്കര വെള്ളോടിലെ വില്ലേജ് ഓഫീസിന് മുമ്പിൽ വെട്ടിമാറ്റിയിരിക്കുന്നത്. യാതൊരു അപകട ഭീഷണിയുമില്ലാത്ത മരങ്ങളാണ് ഈ 3 മരങ്ങൾ. ഇതിനെക്കുറിച്ച് ജില്ലാ കളക്ടർ, വനം വകുപ്പ്, PWD, മനുഷ്യാവകാശ കമ്മീഷൻ, മന്ത്രി KA തുളസി എന്നിവർക്ക് ഞങ്ങൾ പരാതി നൽകും. തണൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആൾക്കാർ തന്നെ അതിന് ഓർഡർ കൊടുക്കുന്നു, മരം വെട്ടുന്നു, തണൽ മരങ്ങളെ വെട്ടിമുറിക്കുന്നത്. പ്രകൃതിയെ റോഡിൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് പകരം ചില്ലകളെ വെട്ടുന്നതിന് പകരം വഴിയോടെ മണൽ മാഫിയായിരിക്കും, വിറക് മാഫിയായിരിക്കും രൂപം കൊണ്ടിരിക്കുന്ന ടണ്ണക്കണക്കിന് മരങ്ങളെ വെട്ടിമുറിക്കുന്നു. അതിൻ്റെ കാണുന്നത് മാത്രം അതിന് മഴയില്ല, കിണറുകളിൽ വെള്ളം എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പരുത്തിപ്ര ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന ക്ലാസ് മുറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച് 6 ക്ലാസ് മുറികളുള്ള 2 നില കെട്ടിടമാണ് ഉയരുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരുത്തിപ്പുറ ഗവൺമെന്റ് UP സ്കൂളിൽ പുതുതായി കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിലവിൽ പുരോഗമിച്ചു വരികയാണ്. നിലവിലുള്ള പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ പുറകുവശത്തായാണ് പുതിയ ക്ലാസ് മുറി കെട്ടിടം ഉയരുന്നത്. 6 ക്ലാസ് മുറികളായി 2 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തെ P മമ്മിക്കുട്ടി MLA ഇടപെടലിനെ തുടർന്ന് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതോടെ നിലവിലുള്ള പഴയ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് തീരുമാനം. പഴയ കെട്ടിടത്തിനോട് ചേർന്നുള്ള സ്റ്റേജും പൊളിച്ചു മാറ്റും. ഈ ഭാഗത്തെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാനാണ് പദ്ധതി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരിന്റെ നേതൃത്വത്തിൽ പറളി പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കിണാവല്ലൂർ ക്ഷീരസംഘം പ്രസിഡന്റ് VN ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മൊബൈലിൽ തന്നെ നമുക്കൊരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊബൈലിൽ ആപ്പ് എടുക്കാനുണ്ടെങ്കിൽ എന്താകും, നിങ്ങളുടെ പേര്, വിലാസം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഓക്കെ, പിന്നെ എന്താണ് സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്, എത്ര കിലോ ആണ്, ആ വെറൈറ്റിൻ്റെ പേരെന്താണ്, അത് മാത്രം നിങ്ങൾ കൊടുത്തെങ്കിൽ മതി. പറളി
ക്ഷീരസംഘം പ്രസിഡന്റ് KA കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തേരൂർ ക്ഷീരസംഘം സെക്രട്ടറി PL രാധിക ആശംസകൾ നേർന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽറ്റി ഈശ്വരമൂർത്തി കർഷക ബോധവൽക്കരണ ക്ലാസ് നടത്തി. തേരൂർ ക്ഷീരസംഘം പ്രസിഡന്റ് PK സതീഷ് കുമാർ സ്വാഗതവും പറളി ക്ഷീരസംഘം സെക്രട്ടറി V പ്രീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന് കീഴിലെ ചെറുതുരുത്തി കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പൈങ്കുളം NSS കരയോഗത്തിൽ നടന്ന ചടങ്ങ് റിട്ടയേർഡ് മിലിറ്ററി ക്യാപ്റ്റൻ KP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തലപ്പള്ളി താലൂക്ക് NSS യൂണിയൻ ചെറുതുരുത്തി കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് SSLC +2 ഉന്നത വിജയം നേടിയ NSS കരയോഗം മെമ്പർമാരുടെ മക്കളെ ആദരിച്ചത്. ഇതിനു പുറമെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന 2 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി ആദരിക്കുകയും ചെയ്തു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള NSS കരയോഗത്തിൽ നടന്ന ചടങ്ങ് റിട്ടയർഡ് മിലിറ്ററി ക്യാപ്റ്റൻ KP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്ന് മാത്രമല്ല, മുതിർന്നവർക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും, അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗവൺമെൻറ്, അതായത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ചെന്നിത്തല, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതിന് ശേഷമാണ് ഈ തുഫാൻ, ലഹരി വിരുദ്ധ തുഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദി വാക്കാണ്. അത് എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അറിയാം. കൊടുങ്കാറ്റ്, ചെറിയ കാറ്റല്ല. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. NSS കരയോഗം പ്രസിഡന്റ് KT രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NG ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KT ബാബു, S സേതുമാധവൻ, NA രാധാകൃഷ്ണൻ, രാധാ വിശ്വനാഥ്, T സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു. KM മുരളീധരൻ സ്വാഗതവും G രാജഗോപാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പായ സ്നേഹക്കൂടിന്റെ ഒരുമിച്ച് കൂടൽ സ്കൂളിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ആദരിക്കലും ഉണ്ടായിരുന്നു. മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പായ സ്നേഹക്കൂടിന്റെ ഒരുമിച്ച് കൂടൽ മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശശികുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉപജീവന മാർഗം എന്ന് പറയുന്ന ഒരു തൊഴിൽ രീതിയിലേക്ക് ഈ കാലഘട്ടം അധ്യാപകരെ മാറ്റിയെടുത്തിട്ടുള്ള സാഹചര്യം. അല്ലാത്തവർ ധാരാളം ഉണ്ട്. മാതൃകാപരമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന അധ്യാപകരുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സമൂഹം ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ ഒക്കെ തന്നെ അധ്യാപകരുടെ കാലഘട്ടത്തിൽ അവരുടെ കുട്ടികളുമായിട്ട് ഇടപഴകിയിരുന്ന ചോക്കിൻ്റെ പൊടി പുരണ്ട കൈകളും, അതുപോലെ തന്നെ കുട്ടികളുടെ അവരുടെ തലയിൽ തലോടിയുള്ള അവരുടെ എണ്ണമെഴുക്ക് പിടിച്ച കൈകളും, അതുപോലെ തന്നെ അവരെ അന്നിപ്പോൾ ആശുപത്രി കൊണ്ടുപോലൊന്നുമില്ല. ഏകദേശമൊക്കെ ചികിത്സയൊക്കെ, പ്രാഥമിക ചികിത്സ, പ്രഥമ ശുശ്രൂഷയൊക്കെ വിദ്യാലയത്തിൽ അധ്യാപകർ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓരോ കുട്ടികൾ. ആ രൂപത്തിലൊക്കെ തന്നെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ കുറച്ച് നേരത്തെ സജിമാഷ് തല്ലിന്നൊക്കെ പറഞ്ഞ പോലെ തല്ലിയവരുണ്ടാവും. തല്ലിയതിന് ശേഷം അന്നൊക്കെ പോര മാഷെ എന്ന് പറഞ്ഞു വന്നിരുന്ന ഒരു രക്ഷിതാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് കുട്ടിയെ ഒന്ന് അമർത്തി നോക്കിയാലടക്കം പരാതി ആകുന്ന അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ മാറിയിട്ടുണ്ട്. 2019 രൂപീകരിച്ച സ്നേഹക്കൂടിൽ 100-ലധികം അംഗങ്ങളുണ്ട്. വിവിധ പരിപാടികളും നടത്തിവരുന്നു. എഴുത്തിലും ഗ്രന്ഥശാലാ പ്രവർത്തനത്തിലും മലബാർ സൗഹൃദവേദി പുരസ്കാരം ലഭിച്ച VA രാജൻ മാസ്റ്റർക്കും USA-യിലെ മലയാളി കൂട്ടായ്മയുടെ കഥയെഴുത്തിൽ അന്തർദേശീയ പുരസ്കാരം ലഭിച്ച T സജിക്കും സ്നേഹക്കൂടിന്റെ ആദരത്തിന്റെ ഭാഗമായി മൊമന്റോ വിതരണവും ഉണ്ടായിരുന്നു. VP ശശികുമാർ, K നാരായണൻകുട്ടി മാസ്റ്റർ, മുൻ പ്രധാനാധ്യാപിക TR പത്മജ എന്നിവരാണ് മൊമന്റോ സമ്മാനിച്ചത്. യോഗത്തിൽ എഴുത്തുകാരൻ കൃഷ്ണപ്രസാദ് മങ്ങാടിനെ മുൻ പ്രധാനാധ്യാപികൻ VA രാജൻ മാസ്റ്റർ, T രാമകൃഷ്ണൻ പുഞ്ചപ്പാടം എന്നിവർ ചേർന്ന് ആദരിച്ചു. യുവ പ്രഭാത് വായനശാല പ്രസിഡന്റ് K ശെൽവരാജ് കല്ലടിക്കോട്, മുൻ പ്രധാനാധ്യാപിക TK ബിന്ദു, TP രാഘവൻ മണ്ണമ്പറ്റ, ഹെഡ്മാസ്റ്റർ സുനിൽകുമാർ, പ്രധാനാധ്യാപകനായ അജയൻ മണപ്പുള്ളിക്കാവ്, T സാവിത്രി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്നേഹക്കൂടിലെ മുതിർന്ന അംഗങ്ങളായ B ദേവസേന, ശ്യാമൾ ടീച്ചർ, K നാരായണൻകുട്ടി എന്നിവരെ പ്രത്യേകം ആദരവ് നൽകി ബഹുമാനിച്ചു. യോഗത്തിൽ ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി M കാസിം അധ്യക്ഷത വഹിച്ചു. സ്നേഹക്കൂടിന്റെ ഭാവി പരിപാടികൾ D ഗീതമ്മ വിശദീകരിച്ചു. മുൻ പ്രധാനാധ്യാപിക TR പത്മജ സ്വാഗതവും പ്രധാനാധ്യാപിക ശോഭകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കഴിഞ്ഞ ദിവസം അന്തരിച്ച തെന്നിന്ത്യൻ സംഗീത ലോകത്തിന്റെ വാനമ്പാടി എസ് ജാനകിയുടെ സ്മരണാർത്ഥം പറളിയിൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എസ് ജാനകി ഓർമ്മമരം നട്ടു. പറളി സ്കൂളിലെ കായികാധ്യാപകൻ PG മനോജ് മാസ്റ്റർ ഓർമ്മമരം നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച അന്തരിച്ച സപ്തസ്വരമാധുരിയിൽ സംഗീതാസുകരുടെ മനം കുളിർപ്പിച്ച കർണപടങ്ങളെ കോൾമയിൽ കൊള്ളിച്ച തെന്നിന്ത്യൻ സംഗീത ലോകത്തിന്റെ വാനമ്പാടി എസ് ജാനകിയുടെ സ്മരണാർത്ഥം പറളിയിൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എസ് ജാനകി ഓർമ്മമരം നട്ടു. പറളി സ്കൂളിലെ കായികാധ്യാപകൻ PG മനോജ് മാസ്റ്റർ ഓർമ്മമരം നട്ട് ഉദ്ഘാടനം ചെയ്തു. കാരണം ദൈവം തന്നിട്ടുള്ള വലിയ അനുഗ്രഹമുള്ള ഒരു ജന്മം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനിക്കാനും അവരെ നമുക്ക് കാണാനും അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് നല്ല ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയ പാട്ടുകാരി എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാലോ, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രഗത്ഭരായ ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്കുണ്ടായ ദുഃഖം വളരെ വലുതാണ്. അവരുടെ സ്മരണയ്ക്കായി, അവരുടെ ഓർമ്മയ്ക്കായി ഇതുപോലുള്ള വൃക്ഷത്തൈ നട്ടുകൊണ്ട് പ്രകൃതി സ്നേഹികളായ നമ്മുടെ പള്ളിയിലെ നല്ലവരായവർ അതിനുവേണ്ടി മുൻകൈയെടുത്തു എന്നുള്ളതാണ്. പരിസ്ഥിതി പ്രവർത്തകരായ KK റഹ്മാൻ, വിജയൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുറിശി, അപ്പുകുട്ടൻ കല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറളിയിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്ത് എസ് ജാനകി പാടിയ പാട്ടുകൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊളപ്പുള്ളി ഏരിയ കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. KSSPU ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ ചേർന്നു. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പാരിറ്റി എന്ന് പറയുമ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്നതാണ് നമുക്ക് ഇഷ്ടാനുസരണം കിട്ടും എന്നൊരു പ്രതീക്ഷ. എല്ലാവരും അതിന് സ്വാഗതം ചെയ്യും. അല്ല, സ്വാഗതം ചെയ്തില്ലെങ്കിലും നടപ്പിലാക്കും, അത് വേറെ വശം. അങ്ങനെ 1/3/92 ആദ്യമായി ഒരു ശമ്പള പരിഷ്കരണം നടന്നു. പെൻഷൻ പരിഷ്കരണം നടന്നില്ല. പെൻഷൻകാരെ ചിന്തിച്ചില്ല അന്ന് ഭരിച്ചിരുന്ന ഗവൺമെൻറ്. ശമ്പള പരിഷ്കരണം നടന്നു. 1/7/90 മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. പെൻഷൻകാരെ മിണ്ടാപ്രാണികളല്ലേ, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്കെന്ത് സമരം ചെയ്യാൻ പറ്റുക? നമുക്ക് ടിക്കറ്റിങ് നടത്താനോ തല്ലു കൊള്ളാനോ റോട്ടിൽ കിടക്കാനോ ഒക്കെ പറ്റുമോ? നമുക്ക് പറ്റും. കൺവെൻഷനിൽ ഏരിയ വൈസ് പ്രസിഡന്റ് K. ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. TK ഭാസ്കരൻ മാസ്റ്റർ നവാഗതരെ സ്വീകരിച്ചു. സംസ്ഥാന സമ്മേളന തീരുമാനങ്ങളും സംഘടനാ കാര്യങ്ങളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ നായർ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് CN ബൗദ്ധദാസനുണ്ണി മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. പരമേശ്വരൻ മാസ്റ്റർ, ബ്ലോക്ക് ട്രഷറർ TV ജയരാജൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി P. ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി PM സുരേഷ് സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി K. സരള നന്ദിയും പറഞ്ഞു. പുതിയ അംഗങ്ങളുടെ പ്രതികരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡെൻമാർക്കിലെ നോവോ നോർഡിസ്ക് ഫൗണ്ടേഷൻ സീനിയർ സയന്റിഫിക് മാനേജർ ഡോക്ടർ ദൃശ്യ നായർക്ക് ജന്മനാട്ടിൽ ആദരം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മങ്കര ബ്ലോക്ക് കമ്മിറ്റിയാണ് ആദരിച്ചത്. മണ്ണൂർ നഗരിപ്പുറത്തെ അരവിന്ദാക്ഷന്റെ മകളാണ് ദൃശ്യ. ഡെൻമാർക്കിലെ നോവോ നോർഡിസ്ക് ഫൗണ്ടേഷൻ സീനിയർ സയന്റിഫിക് മാനേജർ ഡോക്ടർ ദൃശ്യ നായരെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മങ്കര ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത്. സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റ് K. മോഹൻദാസ് ദൃശ്യ നായർക്ക് ഉപഹാരം സമ്മാനിച്ചു. സെക്രട്ടറി SV ഹരിദാസൻ, K. വിജയകുമാർ, K. നാരായണൻ, രക്ഷാധികാരി K. സുകുമാരൻ, ദൃശ്യ നായർ എന്നിവർ സംസാരിച്ചു. നിലവിൽ ജൈവ സുസ്ഥിരത വികസന മേഖലയിൽ സുപ്രധാന പങ്കുവയ്ക്കുന്ന ഡോക്ടർ ദൃശ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദരിദ്ര നിർമ്മാർജ്ജനത്തിനുള്ള വിവിധ പദ്ധതികളുടെയും പ്രൊജക്ട് ഡയറക്ടറായി പ്രവർത്തിക്കുന്നുണ്ട്. ജൂണിൽ ഫ്രാൻസിൽ നടന്ന യോഗത്തിലെ ക്ഷണിക്കപ്പെട്ട അംഗം കൂടിയായിരുന്നു ഡോക്ടർ ദൃശ്യ. മണ്ണൂർ നഗരിപ്പുറത്തെ അരവിന്ദാക്ഷന്റെ മകളാണ് ഡോക്ടർ ദൃശ്യ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ജൂലൈ 23 BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ മേഖല ഗണേഷ് ഗിരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ സഹപ്രവർത്തക സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സാദര നമസ്കാരം. ഭാരതീയ മസ്ദൂർ സംഘം ജനിച്ച ഒരു മാസമാണ് ഈ മാസം, ജൂലൈ 23 BMSന്റെ സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് BMS
എല്ലാ യൂണിറ്റുകളിലും കൊടിതോരണങ്ങൾ കെട്ടി ഫ്ലക്സ് വെച്ച് പതാക ഉയർത്തി മധുര വിതരണം നടത്തുന്ന ഒരു പ്രവർത്തനം ഗണേഷ് ഗിരി വിവേകാനന്ദ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി സജിത് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എൻ സുനിൽകുമാർ, ഡി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി എ ഹരിപ്രതാപൻ സ്വാഗതവും RK അഭിലാഷ് നന്ദിയും പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗണേശോത്സവവും 2026 സ്വാഗത സംഘ രൂപീകരണവും നടന്നു. സെപ്റ്റംബർ 15, 16, 17 തീയതികളിലായാണ് ഗണേശോത്സവം സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒറ്റപ്പാലം വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ രക്ഷാധികാരികളായി KB ശശികുമാർ, മോഹൻദാസ് പനമണ്ണ, ശ്രീധർ K, സ്വാഗത സംഘം ചെയർമാൻ മുനിസിപ്പൽ കൗൺസിലർ ജയശങ്കർ, വൈസ് ചെയർമാൻ മായ ടീച്ചർ, ബൈജു മണ്ടൂർ, ശബരി കല്ലൂർ, മോഹൻദാസ് മുളഞ്ഞൂർ, പ്രകാശൻ മങ്കര, ജനറൽ സെക്രട്ടറി സജിത് പനമണ്ണ, ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് വേങ്ങശ്ശേരി, ബാബു തോട്ടക്കര, സുജിത് അകത്തറ, അനിത പാലപ്പുറം, വിശ്വൻ പത്തംകുളം, ട്രഷറർ വിജയരാഘവൻ, മീഡിയ സെൽ കൺവീനർ അനിൽ പള്ളത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റുലി 2026 ലോകകപ്പ് ഫുട്ബോൾ ആവേശകരമായ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടുമ്പോൾ രണ്ടാം സെമി ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശ പോരാട്ടത്തിൽ ആര് കപ്പ് നേടും? മാറ്റുലിയിലേക്ക്. എന്തായാലും ഈ വേൾഡ് കപ്പിൽ ഫൈനൽ വരെ അർജന്റീന എത്തുന്നുള്ളത് ഷുവറാണ്. കാരണം ഗാലറികൾ നിറയ്ക്കുന്നതിന് വേണ്ടിയും പിന്നെ അതേപോലെ ലോക കാണികൾ TV-യുടെ മുന്നിൽ നിന്ന് കാണാനും എല്ലാറ്റിനും വേണ്ടി ഫിഫ ഇപ്രാവശ്യം നമ്മുടെ അർജന്റീനയെ ഫൈനൽ വരെ എത്തിക്കും. കാരണം ഫൈനലിൽ പിന്നെ ആര് ജയിച്ചാലും പിന്നെ നാളെ കളിയില്ലല്ലോ. അതുകൊണ്ട് ഫൈനൽ വരെ അർജന്റീന എത്തുന്നുള്ളത് ഉറപ്പാണ്. കപ്പ് ഇപ്പോൾ അന്നത്തെ ഫൈനലിലെ കപ്പ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ 4 ടീമും നല്ല കളിക്കാരാണ്. പിന്നെ അതിൽ ആരെടുക്കുന്നുള്ളത് പ്രതീക്ഷ അർജന്റീന തന്നെ എടുക്കാൻ സാധ്യത. സെമി ഫൈനലിൽ 4 ടീമുകൾ എത്തിയിരിക്കുന്നത് ഒന്നും കാണും. പക്ഷേ വലിയ മെയിൻ പാർട്ടികൾ പോയിട്ട് ജപ്പാൻ, ജർമ്മനിയൊക്കെ പോയിട്ട്, പോർച്ചുഗൽ പോയിട്ടുണ്ട്. ഈ 4 ടീമിൽ എല്ലാവരും അർജന്റീന എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നല്ല വിഷമമുണ്ട്. കാരണം മെസ്സിക്ക് വേണ്ടി കളിക്കുക. ഇന്നത്തെ ഗോള് 3 കളിച്ച് മെസ്സിയല്ല, മെസ്സി മറ്റേ സഹായിച്ചു. എന്നാലും സ്കോപ്പ് അർജന്റീനയ്ക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇംഗ്ലണ്ടായിരിക്കും നല്ല പ്രകടനമാണ് കളിച്ചിരിക്കുന്നത്. അർജന്റീന എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ടീമാണ് അർജന്റീന. പക്ഷേ പലപ്പോഴും അവരുടെ ഭാഗ്യമാണ് കടാക്ഷിച്ചിട്ടുള്ളത്. നന്നായി കളിക്കുന്ന ടൂർണമെന്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിനെ നടുക്കിയ നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. 3ഓളം കൊലപാതകം ചെയ്ത വ്യക്തി മാപ്പ് അർഹിക്കുന്നില്ലെന്നും സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി. വധശിക്ഷ ഉറപ്പായതോടെ തൂക്കിക്കൊന്നോളൂ എന്ന് ചെന്താമരയുടെ മൊഴി. കുളപ്പുള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. സംവിധാനം നടപ്പിലാക്കിയത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ. പദ്ധതി നടപ്പിലാക്കിയത് ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായി. കുളപ്പുള്ളിയിലെ പുതിയ സിഗ്നൽ സംവിധാനം ഷൊർണൂരിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമെന്ന പരിഹാസവുമായി BJP. കഴിഞ്ഞ 5 വർഷക്കാലം തകർന്നടിഞ്ഞ കുളപ്പുള്ളി ഷൊർണൂർ പാതയിലാണ് സിഗ്നൽ സംവിധാനം MLA ഉദ്ഘാടനം ചെയ്തതെന്നും വിമർശനവുമായി BJP കൗൺസിലർമാർ. കുന്നംകുളം പഴഞ്ഞിയിൽ 4-അംഗ കുടുംബത്തിന്റെ ആത്മഹത്യാശ്രമം. കുടുംബനാഥനായ 50-കാരൻ സിബിയും 19-കാരിയായ മകൾ അലീനയും മരിച്ചു. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടാത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പരവൂരിൽ കുളിക്കാൻ പോയ 3 പേരിൽ 19-കാരിയായ യുവതി വെള്ളത്തിൽ വീണ് മരിച്ചു. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്നയാണ് മരിച്ചത്. കളിച്ചുകൊണ്ടിരിക്കെ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. തിരുവില്ലാമല മലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിൽ പ്രസാദ് പ്രസീജ ദമ്പതികളുടെ മകൻ ആർദ്രവാണ് മരിച്ചത്. പനമണ്ണ അമ്പലവട്ടം റോഡിൽ കുരടിയമ്പലം സമീപത്തുള്ള പാടശേഖരങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയതായി പരാതി. സംഭവം നേരിട്ട് കണ്ട വ്യക്തി വാഹനത്തെ പിന്തുടർന്നെങ്കിലും വാഹനത്തെ തടഞ്ഞ് നിർത്താനായില്ല. വാഹനം നമ്പർ പ്ലേറ്റ് മറച്ച നിലയിൽ. ഒറ്റപ്പാലം നഗരസഭയിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി പ്രദേശവാസികൾ. പൊതുശൗചാലയം പൂട്ടി. ശങ്ക തീർക്കാൻ വഴിയില്ലാതെ പറളിയിലെ യാത്രക്കാരും വ്യാപാരികളും. പറളി പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തുടർച്ചയായി അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചെലവ് വരുന്നതിനാലാണ് പൊതുശൗചാലയം അടച്ചിട്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊതുശൗചാലയം ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരമെന്ന് DCC സെക്രട്ടറി അബ്ദുൾ സത്താർ.
സംസ്ഥാന പാതയിൽ മങ്കര വില്ലേജിന് മുമ്പിലുള്ള തണൽ മരങ്ങൾ വ്യാപകമായി മുറിച്ചതിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടി അപലപനീയമെന്നും ആക്ഷേപം. തണൽ മരങ്ങൾ മുറിച്ച് മാറ്റിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ. പാലക്കാട് മുണ്ടൂർ തൂത പാതയിൽ മംഗലാംകുന്നിൽ ആന തളർന്നു വീണു. കൊമ്പൻ മംഗലാംകുന്ന് ഗണേശനാണ് കുഴഞ്ഞു വീണത്. ആന വീണതറിഞ്ഞെത്തിയ ജനക്കൂട്ടം ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.